എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്റ്റഫ്ഡ് ഇഡ്ഡലി ഉണ്ടാക്കിയാലോ. പൊട്ടറ്റോ സ്റ്റഫിങ് എല്ലാം വെച്ചിട്ടുള്ളൊരു ഇഡ്ഡലി. നല്ല കാണാൻ നല്ലൊരു വ്യത്യസ്തത ഉണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയും തിന്നാൽ മറ്റു ചായ എന്താ ഉണ്ടാക്കിയെങ്കിൽ തിന്നാൽ പോരെയെന്ന് ചോദിക്കും. പക്ഷേ കുഞ്ഞുങ്ങൾക്കൊരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ നല്ലതല്ലേ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോൻ്റെ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതിനെന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും, പിന്നെ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും, പിന്നെ 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്നിച്ചങ്ങ് പൊട്ടിക്കോട്ടെ. അതെല്ലാം പൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. എന്തായാലും ഉരുളക്കിഴങ്ങല്ലേ, അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നിർബന്ധമായിട്ട് വേണം. ഇനി അതിലേക്ക് 1 വലിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ അധികം വേവിക്കൊന്നും വേണ്ട കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ ഇഡ്ഡലീൻ്റെ കൂടെ ഇത് വേവിക്കുന്നതാണ്. അപ്പോൾ അത് ഉപ്പും ചേർത്ത് ഒന്നങ്ങ് ഇളക്കി കൊടുത്താൽ മതി. ഉപ്പ് നല്ലോണം അതിലങ്ങ് പിടിക്കണം. ഉള്ളിയിലെല്ലാം ഉപ്പ് പിടിക്കുന്നവരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളീൻ്റെ എല്ലാം എല്ലാ ഉള്ളീൻ്റെ മുകളിൽ മൊത്തം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ എല്ലാം മണമായതിന് ശേഷം 2 ഉരുളക്കിഴങ്ങ്, വലിയ ഉരുളക്കിഴങ്ങാണ്, 1 കപ്പുണ്ട് നല്ലോണം നോക്കുമ്പോൾ അത് പുഴുങ്ങി പൊടിച്ചതിൽ ചേർത്തിട്ട് അതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്ട്രിങ് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി എരിവ് വേണ്ടവർക്ക് ഈ സമയത്ത് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയല്ല ചേർക്കുന്നത്, ഞാൻ കുരുമുളകിൻ്റെ പൊടി അത് അവസാനം ചേർക്കുകയുള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇഡ്ഡലി തട്ടെടുത്തിട്ട് 1 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാത്തിലും ഒന്ന് തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മാവ്, ഇഡ്ഡലി മാവ് വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എല്ലാ കുഴിയിലും ഇതുപോലെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സ്റ്റഫിങ് എടുത്ത് വെക്കാം. എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് അത്രയേ ചേർക്കുന്നുള്ളൂ. പച്ചമുളക് ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഉണ്ട്. അത് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയിട്ട് ഈ മാവിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. എല്ലാ കുഴിയിലും ഇതുപോലെ ഉരുള ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇഡ്ഡലി മാവ് കോരിയിട്ട് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം. അമർത്തൊന്നും ചെയ്യാറ്, മെല്ലെ മെല്ലെ ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ടൊന്ന് ആ ഇഡ്ഡലി തട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. വെള്ളം തിളച്ചാൽ മാത്രമേ ഇഡ്ഡലി വെക്കാവൂ കേട്ടോ. ഇല്ലെങ്കിൽ ചപ്പിപ്പോവും, ഇഡ്ഡലി നന്നാവില്ല. ഇഡ്ഡലി നന്നാണെങ്കിൽ വെള്ളം തിളക്കണം. എന്നിട്ട് അത് മൂടി വെച്ചിട്ട് ഒരു 12 അല്ലെങ്കിൽ 13 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ. നല്ലോണം വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചട്നി എല്ലാം അരച്ച് എല്ലാം റെഡിയാക്കാം. അപ്പോൾ ഇതൊരു 13 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ എടുത്ത് നോക്കി, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തിട്ട് താഴെ വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് ഇളകിങ്ങ് പോരും. എന്നിട്ടൊരു സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് എല്ലാവരും അങ്ങനെയല്ലേ എടുക്കുക, ഒന്ന് തോണ്ടിങ്ങ് എടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ഉണ്ടാവും ബാക്ക്. നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ല. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ മറക്കണ്ട. ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.